ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആറാമത്തെ ചാപ്റ്ററാണ്, ടൈപ്സ് ആൻഡ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൽ എത്ര ടൈപ്പ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ലെവൽസ് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് മാത്രം പറയുന്ന ഒരു ചാപ്റ്ററാണത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും അതായത് മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവരുടെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന് അറിയാം. അവരെന്തൊക്കെ കാര്യങ്ങൾ അവിടെ കോർഡിനേറ്റ് ചെയ്യണം, അതിൻ്റെ റിസോഴ്സ് എന്താ, അവരുടെ ഡ്യൂട്ടി എന്താ, എങ്ങനെ ലീഡ് ചെയ്യണം, എങ്ങനെ ഒബ്ജക്റ്റീവ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വരുന്നുണ്ട്. സോ അവരുടെ ഒരു ഹൈറാർക്കിക്കൽ ലെവൽ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ഒരു ചെയിൻ നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മുമ്പിൽ നിൽക്കുന്ന ആരാണ്, തൊട്ട് പിന്നാലെ ആരാണ്, അതിൻ്റെ താഴെ ആര് വരും എന്നുള്ള ആ ഒരു ഹൈറാർക്കിയാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഡിവൈഡ്. ലെവൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ലൈൻ ഓഫ് ഡിമാർക്കേഷൻ. ഓരോ ആളുകളും എവിടെ നിൽക്കണം എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് ഈ ലൈൻ ഓഫ് ഡിമാർക്കേഷൻ എന്ന് പറയുന്നത്. പല മാനേജറിയൽ പൊസിഷൻസ് ഉണ്ട്, അതിൽ ഓരോരുത്തരും എവിടെയാണ് അവരുടെ സ്ഥാനം എന്നുള്ളതാണ്. നമ്പർ ഓഫ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു സ്ഥാപനം വളരെ ബിസിനസ് വളരെ വലിയൊരു സൈസ്, വലിയ ടെക്നോളജി, ഡിഗ്രി ഓഫ് ഡൈവേഴ്സിറ്റി, നേച്ചർ ഓഫ് പ്രൊഡക്റ്റ് ഒക്കെ ധാരാളം ഉള്ളവിടെയാണ് അത്രയും ലെവലുകൾ ആവശ്യമുള്ളൂ. അപ്പോൾ പ്രധാനമായിട്ടും ഒരു എൻ്റർപ്രൈസിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ കോമൺ ആയിട്ട് വരുന്ന 3 ലെവലുകളാണ് ഏതൊക്കെയാണ്: ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ 3 മാനേജ്മെൻറ്റ് എന്താ നോക്കാം. ആരാണ് ഈ ടോപ്പ് ലെവലിലുള്ള ആളുകൾ എന്ന് പറയുന്നത്? അവിടെ പ്രധാനമായിട്ടും കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജിംഗ് ഡയറക്ടർ, ജനറൽ മാനേജർ, മറ്റുള്ള സീനിയർ എക്സിക്യൂട്ടീവ് ചേരുമ്പോഴാണ് ആരായി മാറുന്നത്, ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആയിട്ട് മാറുന്നത്. എന്താണ് ഇവർ ചെയ്യുന്നത്? ഇവരാണ് ആ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് ഒക്കെ ഫിക്സ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത്. ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ് അവരുടെ കമ്പനിയിൽ എന്ത് നയങ്ങൾ കൊണ്ടുവരണം, പ്രിപ്പയർ പോളിസി, പ്ലാൻ ആൻഡ് ടേക്ക് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ടു അക്കംപ്ലിഷ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ ഒബ്ജക്റ്റീവ് ഡിസൈഡ് ചെയ്യുന്നതും അച്ചീവ് ചെയ്യാനുള്ള സ്റ്റെപ്പ് പ്ലാൻ ചെയ്യുന്നതും പോളിസി പ്രിപ്പയർ ചെയ്യുന്നതും ഒക്കെ ആരാണ്? ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. അവരുടെ പ്രധാന വേറൊരു ഡ്യൂട്ടി എന്താ? അവരാണ് താഴെയുള്ള ആളുകൾക്കൊക്കെ വേണ്ട ഇൻസ്ട്രക്ഷനും ഓർഡറും ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന ആളുകൾ. സോ നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞു പോവാം എന്തൊക്കെയാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ. ഒന്ന്, കമ്പനിയുടെ ഒബ്ജക്റ്റീവ് ഡിറ്റർമിൻ ചെയ്യുക, ഗോൾ ഡിഫൈൻ ചെയ്യുക, പോളിസികൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക, സ്ട്രാറ്റജിക് പ്ലാൻ പ്രിപ്പയർ ചെയ്യുക, ഗൈഡ് ലൈൻസും ഡയറക്ഷനും ഒക്കെ കൊടുക്കുക, അവിടെ പബ്ലിക്കുമായിട്ടുള്ള അവരുടെ നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക, ആൻഡ് ജഡ്ജസ് ദ റിസൾട്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ആ റിസൾട്ട് എന്തായി എന്നുള്ളത് ജഡ്ജ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ പ്രധാന ഫംഗ്ഷൻ വരുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ആൻഡ് ലെവൽസിൽ സെക്കൻഡ് ലെവലാണ് ഏത്? മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. ആരാണ് ടോപ്പ് ലെവലുള്ള ആളുകൾ? അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് ക്ലിയർ അല്ലേ? അപ്പോൾ അതേപോലെ ഇനി രണ്ടാമത്തെ ലെവലിൽ വരുന്ന ആളാണ് ഈ മിഡിൽ ലെവൽ, അതായത് മധ്യഭാഗത്ത് എന്ന് പറയുന്ന, ഇൻ ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ലോവറിൻ്റെ ഇടയിൽ വരുന്ന ആൾക്കാരാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. ഇവിടെ ഈ ഒരു മാനേജ്മെൻറ്റിൽ വരുന്ന ആൾക്കാർ എന്താ വെച്ചാൽ, പല ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുമല്ലോ കമ്പനിയിൽ, ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളായിട്ടുള്ള ആളുകൾ വരുന്ന ആ ഒരു ലെവലാണ് മിഡിൽ ലെവൽ എന്ന് പറയുന്നത്. ഇവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഇവരാണ് ടോപ്പ് ലെവൽ മാനേജേഴ്സ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുക്കേണ്ടത്, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ആയിട്ടുള്ള ഡയറക്ഷനും ഓർഗനൈസേഷനും ഒക്കെ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഡയറക്ഷൻ ആൻഡ് ഓർഗനൈസേഷൻ ചെയ്യുന്ന ആരാ? മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആണ്. സോ ഇവരുടെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഈ ഇടയിൽ നിൽക്കുന്ന മാനേജേഴ്സ് അവരാണ് ഈ മുകളിലെ ആളുകളുള്ളത്, അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ചെയ്യുന്ന പോളിസിയൊക്കെ ഫ്രെയിം ചെയ്യുന്നു പറഞ്ഞല്ലോ. ആ കാര്യങ്ങളൊക്കെ അറിയിക്കുക ആരെയാ? ഈ മിഡിൽ ലെവലിലേക്കാണ്. അപ്പോൾ കൃത്യമായിട്ട് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവർ വേണം അത് താഴേക്കൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻ്റർപ്രിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ അവരുടെ മെയിൻ പ്ലാൻ എന്താണോ അതിനനുസരിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുക, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓപ്പറേഷനെ പ്ലാൻ ചെയ്യുക, അതേപോലെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി വർക്കേഴ്സിനെയൊക്കെ കൃത്യമായി ഗൈഡ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, കോപ്പറേറ്റ് ചെയ്യുക, മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തനങ്ങളായിട്ടും ആളുകളായിട്ടും ഒക്കെ കോപ്പറേറ്റ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, ആൻഡ് അയാളുടെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ സബോർഡിനേറ്റ്സിൻ്റെ പെർഫോമൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുക. എന്നിട്ട് കൃത്യമായിട്ട് ലോവർ ലെവലിലെ ആളുകളുടെ വർക്കും കാര്യങ്ങളൊക്കെ റിപ്പോർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുക, കളക്ട് ചെയ്യുക, എന്നിട്ട് ഇതെല്ലാം ടോപ്പ് ലെവലിലേക്ക് അയച്ചു കൊടുക്കുക. അതൊക്കെയാണ് ഈ മിഡിൽ ലെവലിലെ മാനേജ്മെൻറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ലെവൽ മാനേജ്മെൻ്റ് ആണ് ലോവർ ലെവൽ എന്ന് പറയുന്നത്. ഇതിനെ പറയുന്ന വേറൊരു പേരാണ് സൂപ്പർവൈസറി മാനേജ്മെൻറ്റ്. ഇവിടെ ആരൊക്കെ വരും? സൂപ്പർവൈസേഴ്സ് വരും, ഫോർമാൻ വരും, ഗ്യാങ് ബോസ് വരും, അക്കൗണ്ട് ഓഫീസർ, സെയിൽസ് ഓഫീസർ, ഇവരൊക്കെ വരുന്ന വിഭാഗമാണ് ലോവർ ലെവലിൽ വരുന്നത്. ഇവർ മെയിനായിട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ,
എന്താണ് ഇവിടെ ഇവർ യൂസ് ചെയ്യുന്ന ഡയറക്ഷൻ കൺട്രോൾ ഫംഗ്ഷൻ തന്നെയാണ് മാനേജ്മെന്റിന്റെ. ഇനി പ്രധാനമായിട്ട് വരുന്നത് വെച്ചാൽ ഇവർ ഓരോ ദിവസത്തേക്കുള്ള വർക്ക്, ഓരോ ആഴ്ചയിലേക്കുള്ള വർക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഈ ടീമുകളാണ്. ആ ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റി എങ്ങനെ വേണം ഓർഗനൈസ് ചെയ്യും, അവരുടെ താഴെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുക, കൃത്യമായിട്ട് സൈറ്റിൽ പോയിട്ട് ഇൻസ്ട്രക്ഷനൊക്കെ കൊടുക്കുക, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക, പണിക്ക് വേണ്ടതായിട്ടുള്ള മെറ്റീരിയലും മെഷീനും ടൂൾസും ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക വർക്കേഴ്സിന്, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം കൊടുക്കുക, എംപ്ലോയീസിനെ സൂപ്പർവൈസ് ചെയ്യുക, നല്ലൊരു അച്ചടക്കം അവരുടെ ആ ഗ്രൂപ്പിൽ നിലനിർത്തുക, ഡിസിപ്ലിനും ഗുഡ് റിലേഷനും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതാണ് ലോവർ ലെവൽ മാനേജ്മെന്റ് പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി എത്ര തരത്തിലുള്ള മാനേജേഴ്സ് ഉണ്ട് അറിയോ? ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ് ഉണ്ട്. പ്രധാനമായിട്ടും അവർ ചെയ്യുന്ന ഓപ്പറേഷനെ ബേസ് ചെയ്തുകൊണ്ട് അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ട. ഫസ്റ്റ് ലൈൻ മാനേജർ, മിഡിൽ ലെവൽ മാനേജർ, ടോപ്പ് മാനേജേഴ്സ്. ഓക്കെ, ആരാണ് അപ്പോൾ ഈ ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ് എന്ന് പറയുന്നത്? ഇവരാണ് ഇവിടുത്തെ ഫസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ലെവൽ വെച്ച് നോക്കുമ്പോൾ ലോവർ ലെവലിലെ ആൾക്കാരെയാണ് ഫസ്റ്റ് ലൈൻ മാനേജർ എന്ന് പറയുന്നത്. അവരാണ് എല്ലാ കാര്യങ്ങളും നടപ്പിൽ വരുത്തുന്ന ആളുകൾ, എക്സിക്യൂട്ട് ചെയ്യുന്നത്. മറ്റവരൊക്കെ പോളിസി ഉണ്ടാക്കി കൊടുക്കും ടോപ്പ് ലെവലിന്, പക്ഷെ അതൊക്കെ ആരിലൂടെയാണ് നടത്തപ്പെടുന്നത്? ഈ ലോവർ ലെവലിലെ ആളുകളിലൂടെയാണ്. അതുകൊണ്ടാണ് ഇവരെ ഫോർമാൻ, സൂപ്പർവൈസർ എന്നൊക്കെ പറയാനുള്ളത്. അപ്പോൾ ഇവരുടെ മെയിൻ ഡ്യൂട്ടി എന്താ വെച്ചാൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഇവരെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തത്തോടെ ചെയ്തു തീർക്കുക എന്നുള്ള ജോലിയാണ് ഇവർക്ക് വരുന്നത്. ഇവരാണ് വർക്കേഴ്സുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ള ആളുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വർക്ക് യൂണിറ്റിൽ അസൈൻ ചെയ്ത എല്ലാ ടാസ്കിൻ്റെയും ഉത്തരവാദിത്തങ്ങളൊക്കെ ആർക്ക് തന്നെയാണ്? ഈ ഒരു ഫസ്റ്റ് ലൈൻ മാനേജേഴ്സിനാണ് ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ ലെവലിലേക്ക് വരുമ്പോൾ ആരാ? മിഡിൽ മാനേജേഴ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഓപ്പറേഷൻ മാനേജേഴ്സിനൊക്കെ മിക്സ് ചെയ്തിരിക്കുക, പല ഫംഗ്ഷനുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ടോപ്പ് ലെവലും ലോവർ ലെവലും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കണ്ണിയായിട്ടാണ് ഈ മിഡിൽ മാനേജേഴ്സ് വരുന്നത്. അപ്പോൾ അവരെ പല പേരിൽ പറയുന്നു പറഞ്ഞല്ലോ, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡുകളാണ് അവരൊക്കെ. ഡിപ്പാർട്ട്മെന്റ് മാനേജറും പ്രൊഡക്ഷൻ മാനേജറും അങ്ങനെയൊക്കെ. അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അവർ ആരെ സഹായിക്കുക? ടോപ്പ് ലെവൽ മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാനും ലീഡ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ ഉള്ള ഹെൽപ്പ് കൊടുക്കുന്നത് ഈ മിഡിൽ മാനേജേഴ്സ് ആണ്. ഇനി കൂടാതെ തന്നെ ഇവർ അപ്പാർട്ട് ഫ്രം ദിസ് ദേ വർക്ക് ആസ് ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ്. അത് കൂടാതെ തന്നെ ഫസ്റ്റ് ലൈൻ മാനേജേഴ്സിനെ പോലെ വർക്ക് ചെയ്യുന്ന ഇവരാണ്. ഒരു ഓർഗനൈസേഷൻ്റെ എൻറ്റയർ ആക്ടിവിറ്റീനെ കോർഡിനേറ്റ് ചെയ്യുന്ന ആളുകൾ കൂടിയാണ് ഈ മിഡിലിൽ നിൽക്കുന്ന മാനേജേഴ്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ആണ് ആര്? ടോപ്പ് മാനേജേഴ്സ്. അപ്പോൾ ഇവരെ ഫ്രണ്ട് ലൈൻ മാനേജേഴ്സ് എന്ന് പറയുന്നുണ്ട്. ദീസ് മാനേജേഴ്സിനെ പറയുന്ന മാനേജിങ് ഡയറക്ടർ ഓർ ചെയർമാൻ എന്നൊക്കെ പറയും, ചീഫ് എക്സിക്യൂട്ടീവ്, ജനറൽ മാനേജർ. അപ്പോൾ ഇവരാണ് ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷനിൽ അന്തിമമായിട്ട് തീരുമാനം എടുക്കാൻ കഴിവുള്ള, പവറുള്ള, അതോറിറ്റി ഉള്ള ആളുകളാണ് ടോപ്പ് മാനേജേഴ്സ്. അപ്പോൾ ഇവരെ പ്ലാനേഴ്സ് എന്ന് പറയാം. ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഒക്കെ കൊണ്ടുവരുന്നതും ആ ഒരു ഓർഗനൈസേഷനെ സക്സസ്സിലേക്ക് എത്തിക്കുന്നതൊക്കെ ഇവരുടെ തലയിൽ ഉദിക്കുന്ന ബുദ്ധികളാണ്. അപ്പോൾ ഇവർ അഡ്മിനിസ്റ്റർ ചെയ്യണം, ആ ഓർഗനൈസേഷനെ ഭരിക്കുന്ന ആൾക്കാരാണ് ഇവർ. ദ വർക്ക് ഓഫ് ദ ടോപ്പ് മാനേജർ ഈസ് കോംപ്ലക്സ് ഇൻ നേച്ചർ. അതുകൊണ്ട് തന്നെ ഇതിൽ വർക്ക് ചെയ്യുന്ന ഈ ലെവലിൽ നിൽക്കുന്ന ഒരു മാനേജറുടെ വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സ്വഭാവമുള്ള രീതിയാണ് ഇവരുടെ വർക്കിന്റെ നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ആ 3 ലെവൽസും അവരുടെ ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്തു. പിന്നെ ആ ഹൈറാർക്കിയുടെ ബേസിൽ തന്നെ മാനേജേഴ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഫസ്റ്റ് ലൈൻ മാനേജറും മിഡിൽ മാനേജറും ടോപ്പ് മാനേജേഴ്സും. ഇനി മൊത്തത്തിൽ ഏത് മാനേജറും ആയിക്കോട്ടെ, മൊത്തത്തിൽ ഒരു മാനേജറുടെ ഒരു ഡ്യൂട്ടികൾ, ഫങ്ഷൻസ് എന്തൊക്കെയാണ് വരുന്നത്? അപ്പം നമ്മുടെ ഒരു സ്ഥാപനം വെച്ചാൽ പ്രധാനമായിട്ടും അവിടെ വരുന്നത് പ്രൊഡക്ഷൻ മാനേജർ ഉണ്ടാവും. പ്രൊഡക്ഷൻ മാനേജറുടെ ഫംഗ്ഷൻ എന്താണ് നമുക്കറിയാം. ആ ഒരു സ്ഥാപനത്തിൽ പ്രൊഡക്ഷൻ നടത്തുന്നതിൻ്റെ കൺട്രോൾ മൊത്തം ഈ മാനേജറുടെ അടുത്താണ്. അപ്പോൾ ഗുഡ്സോ സർവീസോ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഉത്തരവാദി ആരാണ്? ഈ പ്രൊഡക്ഷൻ മാനേജറാണ്. അപ്പോൾ അവർ കൃത്യമായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം, അതുപോലെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്യണം, പ്രോസസ്സ് ഉണ്ടാക്കണം. അപ്പോൾ ഡിഫറെൻറ്റ് നെയിംസിലാണ് ഇയാളെ അറിയപ്പെടുന്നത്. പ്രൊഡക്ഷൻ എഞ്ചിനീയർ, പ്ലാന്റ് എഞ്ചിനീയർ, ഓപ്പറേഷൻ എഞ്ചിനീയർ, അങ്ങനെയൊക്കെയുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഡിഫറെൻറ്റ് പ്ലാൻ ലേ ഔട്ടിനൊക്കെ റെസ്പോൺസിബിൾ ഇവരാ. ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, പ്രൊഡക്ഷൻ കൺട്രോൾ, ക്വാളിറ്റി കൺട്രോൾ ഒക്കെ പ്രൊഡക്ഷൻ മാനേജറുടെ ഫംഗ്ഷനാണ്. ഇനി രണ്ടാമത്തെ ഒരു മാനേജർ ആരാ? ഫിനാൻഷ്യൽ മാനേജർ. അപ്പോൾ നമുക്കറിയാലോ, ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ മാറ്ററിൻ്റെ മൊത്തം ഉത്തരവാദിത്തം ആർക്കാം? ഈ ഫിനാൻഷ്യൽ മാനേജർക്കായിരിക്കും. അപ്പോൾ എന്താണ് ഈ ഒരു മാനേജറുടെ ഡ്യൂട്ടി? ആ ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പ്ലാനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളാരാ? ഈ മാനേജറാണ്. അപ്പോൾ ഈ മാനേജർക്ക് അറിയാൻ സാധിക്കണം നമ്മുടെ ഫേമിന് എന്തൊക്കെ സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്, എവിടെ നിന്നാണ് അതിനുള്ള പണമൊക്കെ ഉണ്ടാക്കേണ്ടത്. ആൻഡ് ആ വ്യക്തി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളായിരിക്കണം. കാരണം അദ്ദേഹത്തിന് അറിയണം എന്തൊക്കെ ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്
നമ്മൾ അനലൈസ് ചെയ്യണം. അതായത് റേഷ്യോ അനാലിസിസ് ആണോ, ഫണ്ട് ഫ്ലോ അനാലിസിസ് ക്യാഷ് ഫ്ലോ ബഡ്ജറ്റിംഗ്, അതൊക്കെ ഡിഫറെൻറ്റ് ടൂൾസാണ്. അതിൽ ഏത് യൂസ് ചെയ്യണം, എങ്ങനെ മെഷർ ചെയ്യണം, അപ്പോൾ എല്ലാ അത്യാവശ്യമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പോളിസി ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഓർഗനൈസേഷന് വേണ്ടി ഫിനാൻഷ്യൽ മാനേജർ ആണെന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന മാർക്കറ്റിംഗ് മാനേജറാണ്. പേര് തന്നെ നമുക്കറിയാലോ, ഡിപ്പാർട്ട്മെന്റിൽ ആ ഓർഗനൈസേഷനിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഒക്കെ അവിടെ ഉണ്ടാക്കി വെച്ചാൽ പോരല്ലോ, അത് സെയിലായിട്ട് ലാഭത്തിലേക്ക് വരണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഇതെല്ലാം മാർക്കറ്റിലേക്ക് ഇറങ്ങണം. ആ ചെയ്യുന്ന പ്രോസസ്സാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എയിം ടു ഇൻക്രീസ് ദ ടേൺ ഓവർ. ഒരു ഓർഗനൈസേഷൻ്റെ സെയിൽസ് കൂട്ടുന്ന ആളുകളാണ് മാർക്കറ്റിംഗ് വിഭാഗം. മാർക്കറ്റ് ഷെയർ കൂട്ടുക, പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കുക. അപ്പോൾ മാർക്കറ്റിംഗ് മാനേജർ വളരെ നൈപുണ്യമുള്ള ഒരു നയപരമായിട്ട് പെരുമാറാൻ, ടാക്ട്ഫുൾ ആയിട്ട് നേരിടാൻ പറ്റുന്ന ഒരു മാനേജർ ആയിരിക്കണം. ഹി ഷുഡ് നോ ദ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് നന്നായി അറിഞ്ഞിരിക്കണം. എന്താണ് പ്രൊഡക്റ്റ് മിക്സ്, എന്താ പ്രൊമോഷൻ മിക്സ്, പ്രൈസ്, ഡിസ്ട്രിബ്യൂഷൻ, അതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഹി ഷുഡ് ബി ഏബിൾ ടു നോ ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നമ്മുടെ ഫേമിൻ്റെ പ്രോഡക്റ്റുകളോ സർവീസോ എന്തോ ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സിനെ കുറിച്ചും നല്ല അറിവുള്ള ഒരാളായിരിക്കണം. എന്നാൽ മാത്രമാണ് അതിനനുസരിച്ച് അവർക്ക് ഡിസൈൻ ചെയ്യാനും ആ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അതുവഴി നമ്മുടെ ടേൺ ഓവറൊക്കെ കൂട്ടാനും മാർക്കറ്റ് പിടിച്ചെടുക്കാനും ഒക്കെ സാധിക്കുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു മാർക്കറ്റിംഗ് മാനേജറുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ കഴിഞ്ഞു, ഫിനാൻസ് കഴിഞ്ഞു, മാർക്കറ്റിംഗ് കഴിഞ്ഞു. ഇനി വരുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞ എന്ത് കാര്യം ചെയ്യുന്നതും ആരിലൂടെയാണ്, അവിടെയുള്ള എംപ്ലോയീസിലൂടെയാണ്. അപ്പം അവിടെ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓർഗനൈസേഷനിൽ എന്തൊക്കെ ജോലി ഉണ്ടെന്നും ആ ജോലി ചെയ്യാൻ എത്ര പേര് വേണം എന്നുള്ളതും ആ ആളുകളെ എങ്ങനെയുള്ള അവരുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റി എന്തായിരിക്കണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. കാരണം റൈറ്റ് പൊസിഷനിൽ ഒരു റൈറ്റ് പേഴ്സണെ, സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് പേഴ്സണെ റൈറ്റ് ടൈമിൽ സഫിഷ്യൻറ്റ് ക്വാളിഫിക്കേഷനോട് കൂടിയിട്ട് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. എവിടെയാണ് ജോലി ഒഴിവ്, അതിലേക്ക് ഏറ്റവും സ്യൂട്ടബിളായ വ്യക്തിനെ വേണ്ട സമയത്ത് വേണ്ട യോഗ്യതയോടുകൂടി നിയമിക്കുമ്പോഴാണ് അയാളുടെ ഫംഗ്ഷൻ അവിടെ പൂർണ്ണമാവുന്നത്. അപ്പോൾ ഈ ഒരു മാനേജറുടെ ഡ്യൂട്ടി പറഞ്ഞാൽ പൊതുവെ ഓർഗനൈസേഷനിൽ ജോലി ഒഴിവുകളോ പുതിയ ജോലി തസ്തികകൾ വരുമ്പോൾ അതിലേക്കൊക്കെ ആളുകളെ റിക്രൂട്ട് ചെയ്യുക, അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുക, അതൊക്കെയാണ് ഡ്യൂട്ടി. ഇതിൽ പ്രധാനമായിട്ട് വരുന്നൊരു കാര്യം മാൻ പവർ പ്ലാനിങ് ആണ്. ഫസ്റ്റ് ആ ഓർഗനൈസേഷനിൽ എത്ര ആളുകൾ ജോലിക്ക് വേണം എന്നുള്ളതും ആ വന്ന ആളുകളൊക്കെ എങ്ങനെയാണ് അവരുടെ ക്വാളിഫിക്കേഷൻ ഇൻക്രീസ് ചെയ്യണം, ട്രെയിനിങ് കൊടുക്കണോ, ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം വേണോ, കോമ്പൻസേഷൻ എങ്ങനെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജറാണ്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എലോങ് വിത്ത് എബവ് ദ ടൈപ്പ് ഓഫ് ഫങ്ഷണൽ മാനേജേഴ്സ്. അപ്പോൾ ഫങ്ഷൻസ് പ്രധാനമായിട്ട് 4 പറഞ്ഞു: പ്രൊഡക്ഷൻ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സ്. ഇതിൻ്റെ ഒപ്പം തന്നെ പറയാൻ പറ്റുന്ന ഒരു 3 കാറ്റഗറി കൂടിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനെയാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് മാനേജർ എന്ന് പറയുന്നത്. ഈ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ട്രക്ചർ എന്ന് പറയുന്ന മാനേജേഴ്സിനെ ക്ലാസിഫൈ ചെയ്യണ ലൈൻ മാനേജറും സ്റ്റാഫ് മാനേജറും. പിന്നെ എന്താണ് ഇപ്പോൾ ലൈൻ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലൈൻ ഓർഗനൈസേഷനിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും മാനേജ് ചെയ്യുന്ന ഒരു മാനേജർ ആയിരിക്കും. അപ്പോൾ അവരെയാണ് ലൈൻ, അതായത് ലൈൻ എന്ന് ഉദ്ദേശിച്ച് ഇപ്പോൾ മാർക്കറ്റിംഗ് സെക്ഷൻ ഒരു ലൈനാണ്, ഫിനാൻസ് ഒരു ലൈനാണ്, അതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ ഓരോ മാനേജേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒറ്റ ലൈനിനെ ഹാൻഡിൽ ചെയ്യുന്ന ഹെഡിനെയാണ് ലൈൻ മാനേജർ എന്ന് പറയുന്നത്. ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എൻറ്റയർ വർക്കും ആര് റെസ്പോൺസിബിളാണ്? ഈ ലൈൻ മാനേജർ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഇവരാണ് ടോപ്പ് മാനേജ്മെൻറ്റ് എന്ത് ചോദിച്ചാലും ഉത്തരം പറയാൻ ബാധ്യസ്ഥരായത്. അതാണ് ലൈൻ മാനേജർ. പിന്നെ സ്റ്റാഫ് മാനേജർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ, പേരിലേ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്താണ്? ലൈൻ മാനേജേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളെയും അസിസ്റ്റ് ചെയ്യാനുള്ള ആളാണ് ആര്? അവരുടെ ഡ്യൂട്ടീസൊക്കെ കൃത്യമായിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്, പെർഫോം ചെയ്യാൻ വേണ്ടി അവരെ സഹായിക്കുന്ന മാനേജേഴ്സാണ് സ്റ്റാഫ് മാനേജേഴ്സ്. അപ്പോൾ അവരുടെ ഡ്യൂട്ടി തന്നെ എന്താ? ഈ ലൈൻ മാനേജേഴ്സിനെ അഡ്വൈസ് ചെയ്യുക. അവരുടെ പെർഫോമൻസ് ഓഫ് വർക്കുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ലൈൻ മാനേജേഴ്സിന് വേണ്ട ഉപദേശമൊക്കെ കൊടുക്കുന്ന ആൾക്കാരാണ് സ്റ്റാഫ് മാനേജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഇവിടെ ടെക്സ്റ്റിലും പറയുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഞാനിവിടെ എടുത്തും തന്നിട്ടുണ്ട്. എന്താണ് ടൈപ്സ്, എന്താണ് ലെവല്, 3 ലെവല് പഠിച്ചോളുക, ഫങ്ഷൻ പഠിച്ചോളുക. അതുകൂടാതെ നമ്മൾ നോക്കേണ്ടത് ഫങ്ഷൻസ് എന്താണ് എന്നുള്ളത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാനേജർ ഏതാ ചോദിച്ചാൽ ഫ്രണ്ട് ലൈൻ മാനേജറും മിഡിലും ടോപ്പും. ഓരോ മാനേജറുടെ ഡ്യൂട്ടി എന്താ ചോദിച്ചാൽ പ്രൊഡക്ഷൻ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, HRM, ഹ്യൂമൻ റിസോഴ്സ്.
അത് കൂടാതെ വരുന്നതാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് വരുന്നത്. അപ്പോൾ എന്താണ് ലൈൻ മാനേജർ, എന്താണ് സ്റ്റാഫ് മാനേജർ ഡ്യൂട്ടി, ഇത് രണ്ടും പഠിച്ചോളൂ. ലൈൻ മാനേജർ പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്. സ്റ്റാഫ് മാനേജർ പറഞ്ഞാൽ ആ ലൈൻ മാനേജറെ അസിസ്റ്റ് ചെയ്യുന്ന ആളാണ്. അവരുടെ ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ 6th ചാപ്റ്റർ. വളരെ സിമ്പിളായിട്ട് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. നല്ല എളുപ്പത്തിൽ മനസ്സിലാക്കാനും പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോയ്ക്ക് നിങ്ങളിടുന്ന ഓരോ കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ അത്രയും വിലപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പലർക്കും ഇപ്പോഴും ക്ലാസ്സസും ടെക്സ്റ്റ് ഒന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ അതൊരു ഹെൽപ്പ് ആവും അവർക്ക് കൂടിയിട്ട്. മാക്സിമം ഒന്ന് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക്